സാധാരണ സ്ത്രീകൾ കൈവയ്ക്കാത്തൊരു ഏരിയ ആണ് എന്നാണ് വെപ്പ്. ഏതായാലും ഞാൻ കൈവയ്ക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ആളുകൾക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ സാമാന്യം ബേസിക്കായിട്ടുള്ള ഈ വിഷയത്തിൽ ബേസിക് നോളജ് ഉണ്ട് എന്നുള്ള ഒരു പ്രിസംഷനോട് കൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഒരു മാക്സിയൻ അനാലിസിസ് സൊസൈറ്റീനെ സാമൂഹ്യ സാമ്പത്തിക സ്ട്രക്ചർ സൊസൈറ്റിയുടെ എങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നു എന്നുള്ളത്, നിലവിൽ ഇവിടെ വരെ എങ്ങനെ വന്നു എന്നുള്ളത് മാക്സിയൻ അനാലിസിസ് എങ്ങനെയാണ് മാർക്സിസ്റ്റുകൾ ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അതിൽ തന്നെ സ്ത്രീകളുടെ ഒരു നിലപാട്, അതായത് പ്രൊഡക്ഷൻ സൈഡിൽ ഉൽപ്പാദന ശക്തികൾ, അതുപോലെ തന്നെ ഉൽപ്പാദന ഉപാധികൾ, ഉൽപ്പാദന ശക്തികളുടെ വികസനം, ഉൽപ്പാദന ഉപാധികളുടെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് ഓരോ കാലഘട്ടങ്ങളെ തിരിക്കുന്നത്. ഇത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ പ്രാചീന ശിലായുഗം, നവീന ശിലായുഗം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച കാലഘട്ടത്തിലേക്ക് ഒന്ന് പിന്നോട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് ഇത്തിരി കൂടെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഉൽപ്പാദന ശക്തികൾ എന്ന് പറയുന്നത് പ്രകൃതി, മനുഷ്യൻ, ഉൽപ്പാദന ഉപകരണങ്ങൾ എന്നിവയാണ് ഈ ഉൽപ്പാദന ശക്തികൾ, ഉൽപ്പാദനത്തിനാവശ്യമായ ഘടകങ്ങൾ. ഈ ഘടകങ്ങൾ ഭൗതികോൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ ഘടകങ്ങളിൽ തമ്മിലുള്ള ഇതിൽ വരുന്ന മാറ്റം, പ്രധാനമായിട്ടും ഉൽപ്പാദന ഉപാധികളുടെ വികസനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ കാലഘട്ടങ്ങളെ വേർതിരിക്കുന്നു. ഭൗതികോൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ, അതായത് മനുഷ്യനും ഉൽപ്പാദന ഉപാധികൾക്കനുസരിച്ചാണ് മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. ഈ ഉൽപ്പാദന ഉപാധികളുടെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടാണ് മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അതായത് മനുഷ്യനും തമ്മിൽ ബന്ധപ്പെടുന്നതിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. ഉൽപ്പാദന ഉപകരണങ്ങളുടെ, അതായത് പ്രത്യേകിച്ച് ഭൂമി, ഉപകരണങ്ങൾ എന്നിവയുടെ വികാസം, ഇവിടെ ഉടമസ്ഥതയുടെ സ്വഭാവം, ഇതാണ് കാലഘട്ടങ്ങളെ നിശ്ചയിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചരിത്ര കാലഘട്ടങ്ങളെ നമ്മൾ കാടത്വം എന്നും കിരാതത്വം എന്നും നാഗരികത, മുതലാളിത്തം, ഇപ്പോൾ ആധുനികം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളൊക്കെ നമ്മൾ വേർതിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഒരു ഉൽപ്പാദന ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പ്രകൃതി ഉണ്ടാവും, ഭൂമി, പ്രകൃതിനെ നമ്മൾ ഭൂമി എന്ന് പറയുന്നു, പിന്നെ മനുഷ്യൻ, ലേബർ, പിന്നെ ഉപകരണങ്ങൾ. ഈ മൂന്ന് സാധനങ്ങളും കൂടിയിട്ട് എങ്ങനെയാണ് ഇവ തമ്മിൽ പരസ്പരം ബന്ധപ്പെടുന്നത്, ഉപയോഗിക്കപ്പെടുന്നത്, വികസിക്കുന്നത്, ഇതിനനുസരിച്ച് മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ വ്യത്യാസം വരുന്നു. ഇതിൻ്റെ വികാസത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ കാലഘട്ടങ്ങളെ നിർവചിക്കും. പക്ഷേ ഈ കാലഘട്ടങ്ങളെ നിർവചിക്കുമ്പോൾ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് പോലെ ഒരു കാലഘട്ടമൊന്നുമല്ല. ഇപ്പോൾ കാടത്തും എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഇത്ര വർഷം തുടങ്ങി ഇത്ര വർഷം വരെ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഏതാണോ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫീച്ചർ, അതിനനുസരിച്ച് നമ്മൾ കാലഘട്ടങ്ങളെ വേർതിരിക്കുന്നു. പിന്നെ ഏറ്റവും ആദ്യത്തെ കാലഘട്ടമായിട്ട് നമ്മൾ പറയുക പ്രാകൃത കമ്മ്യൂണിസം, അതും അല്ലെങ്കിൽ കാടത്വം. ആ കാലത്ത് ഭക്ഷ്യശേഖരണമാണ് എന്നാണ് പറയുന്നത്. സ്ത്രീകളുടെ അധ്വാനത്തിന് പ്രാമുഖ്യം ഉണ്ടാകുന്നു. അന്ന് ചെറിയ ഉപകരണങ്ങളാണ് ഉപയോഗിക്കപ്പെട്ടിരുന്നത്. ഈ ചാട്ടുളി, കൺമഴു തുടങ്ങിയ സാധനങ്ങൾ. പിന്നെ കാട്ടുതീയിൽ നിന്നും ആളുകൾ തീ സ്ലോലി കണ്ടുപിടിക്കുന്നു, പിന്നീട് സ്വന്തമായി തീ കൂട്ടാൻ പഠിക്കുന്നു, പിന്നെ അമ്പും വില്ലും കണ്ടെത്തുന്നു. ഭക്ഷണം തേടാൻ കൂടുതൽ സംരക്ഷണത്തിന് അത് ഉപയോഗിക്കാം, മറ്റുള്ളവരെ ആക്രമിക്കാനും ഉപയോഗിക്കാം എന്നീ രീതിയിലേക്ക് അമ്പും വില്ലും ഉപയോഗിക്കപ്പെടുന്നു. അങ്ങനെ സാമൂഹ്യ പുരോഗതിയുടെ പ്രതീകമായിട്ട് അത് മാറുന്നു. മനുഷ്യൻ വേട്ടയാടാനും അത് ഉപയോഗിക്കുന്നു. അങ്ങനെ ആദ്യത്തെ കൂട്ടായ ഉൽപ്പാദന രൂപം എന്ന് പറഞ്ഞാൽ വേട്ടയാടൽ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കാടത്വത്തിൻ്റെ ഈ സമൂഹത്തിൽ ഏറ്റവും ആദ്യമുള്ളത് ശേഖരണമാണ്. ഈ ശേഖരണ കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷ സമത്വം, മാതൃദായക കുടുംബം, പ്രജനനത്തിൽ അതായത് റീപ്രൊഡക്ഷനിൽ പുരുഷൻ്റെ പങ്കിനെക്കുറിച്ച് അറിവില്ല. അമ്മയെ സാർവത്രികമായി ആരാധിക്കുന്നു. ഇദ്ദേഹം പറഞ്ഞതുപോലെ അമ്മയോട് പ്രണമിക്കുന്ന അന്ന് ആളുകളെ അറിഞ്ഞിട്ടൊന്നുമല്ല, അല്ലാതെ ഉൽപ്പാദന പ്രക്രിയയിൽ സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ച് വളരെ ധാരണയുള്ളതുകൊണ്ട്, ധാരണ എന്ന് വെച്ചാൽ അവർ നോക്കുമ്പോൾ സ്ത്രീകൾ പ്രസവിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ പുരുഷനതിനകത്ത് എന്തെങ്കിലും പങ്കുള്ളതായിട്ട് ആർക്കും അറിയില്ല. അപ്പോൾ അമ്മയെ സാർവത്രികമായിട്ട് കുട്ടികളെ ജനിപ്പിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ആരാധിക്കുന്നു. സ്ത്രീ ശരീരത്തിലെ പ്രക്രിയകളെ ആരാധിക്കുന്നു. അശുദ്ധമെന്ന് പറഞ്ഞ് ആരും ഒന്നിനെയും, പ്രത്യേകിച്ച് സ്ത്രീകളെ, മാറ്റുന്നില്ല.
ഉൽപ്പാദന ശക്തിയുടെ വികാസം വരുന്നതോടുകൂടി നമ്മൾ കിരാതത്വം എന്നതിനെ പറയുന്നു. അപ്പോൾ ഉൽപ്പാദന ഉപകരണങ്ങളുടെ വികസനം സംഭവിക്കുന്നു. മൺപാത്ര നിർമ്മാണം, വെങ്കലം, ഇരുമ്പ് നിർമ്മാണം, അങ്ങനെ നിർമ്മാണങ്ങൾ വരുന്നു. അങ്ങനെ ശേഖരണത്തിൽ ഊന്നിയിരുന്ന ഒരു സമൂഹം പതുക്കെ സ്ലോലി സ്ലോലി ഉൽപ്പാദനത്തിലേക്ക് കടക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് കാലി വളർത്തലും വരുന്നത്. കാലി വളർത്തൽ വരുന്നത് കുഞ്ഞു മൃഗങ്ങളെ പിടിക്കപ്പെടുകയും ആ കുഞ്ഞു മൃഗങ്ങളെ വലുതാകാൻ അനുവദിക്കുകയും അങ്ങനെ അവർ വലുതായി അവർ ഇണചേരുന്നത് കണ്ട് ആ പ്രജനനം അങ്ങനെ ആണ് കാലി വളർത്തൽ വികസിച്ചു വന്നതെന്നാണ് പറയപ്പെടുന്നത്. അധ്വാനത്തിലെ ആദ്യ സാമൂഹ്യ വിഭജനം കൃഷിയും കാലി വളർത്തലും തമ്മിലാണ് എന്നാണ് മാക്സിയൻ തിയറി പറയുന്നതെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അതല്ല. അധ്വാനത്തിൻ്റെ ആദ്യത്തെ സാമൂഹ്യ വിഭജനം നടക്കുന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള തൊഴിൽ വിഭജനമാണ്. അതായത് സ്ത്രീകൾ ശേഖരിക്കുന്നു, പുരുഷന്മാർ കൂടുതലായിട്ടും മറ്റു സാധനങ്ങൾ പിടിക്കാൻ പോകുന്നു. അതൊരു വശം. മറ്റൊന്ന് വീട്ടിനകത്തുള്ള ജോലിയുടെ ലിംഗാധിഷ്ഠിത തൊഴിൽ വിഭജനമാണ്. അത് അന്നുമുണ്ട് ഇന്നുമുണ്ട്. തൊഴിൽ വിഭജനം ഏറ്റവും ഫസ്റ്റ് നടക്കുന്നത് കുടുംബത്തിനകത്താണ്. സെക്സ് ബേസ്ഡ്, അതായത് സെക്ച്വൽ ഡിവിഷൻ ഓഫ് ലേബറാണ് അത്. പക്ഷേ അതിവർ പറയുന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. കാരണം ആദ്യത്തെ ഒരു മാക്സിമം തോട്ടിനകത്ത് ആദ്യത്തെ തൊഴിൽ വിഭജനം എന്ന് പറയുന്നത് കൃഷിയും കാലി വളർത്തലുമാണ്. സെക്ച്വൽ ഡിവിഷൻ ഓഫ് ലേബർ അവിടെ ഫോക്കസ്ഡ് അല്ല. ഇനി ഈ കിരാതത്വ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ജനസംഖ്യ ഉയരുന്നു. പ്രജനനത്തിൽ പുരുഷൻ്റെ പങ്ക് തിരിച്ചറിയുന്നു. പുരുഷൻ്റെ പങ്ക് തിരിച്ചറിയുന്നത് മൃഗങ്ങൾ ഇണചേരുന്നതിൽ നിന്നുള്ള തിരിച്ചറിവാണ് എന്നാണ് ഒരു വാദം. ഭൂമിക്കും പ്രകൃതി വിഭവങ്ങൾക്കുമായി മത്സരമാകുന്നു, യുദ്ധങ്ങളുണ്ടാകുന്നു, യുദ്ധ തടവുകാരുണ്ടാകുന്നു, അങ്ങനെ അടിമകളും രൂപപ്പെട്ടു വരുന്നു. സ്വകാര്യ സ്വത്തിന് തുടക്കം കുറിക്കുന്നു, പൊതുസ്വത്ത് സ്വകാര്യ സ്വത്തിന് വഴിമാറുന്നു. അങ്ങനെ ഒരേ സമയം തന്നെ പുരുഷന് പ്രജനനത്തിലുള്ള പങ്ക് തിരിച്ചറിയുന്നു. മൃഗങ്ങൾ ഇണചേരുന്നതിൽ നിന്നുമാണ് അവരെ കണ്ടെത്തിയതെന്നാണ് വാദം. ഒപ്പം തന്നെ അവിടെ കൃഷി പോലുള്ളത്, കൃഷിയിലും സ്ത്രീകൾക്കൊരു സ്ത്രീപക്ഷ നിലപാടുണ്ട്. കാരണം കൃഷിയുടെ ഉപജ്ഞാതാക്കൾ സ്ത്രീകളെന്നാണ് ഞങ്ങൾ സ്ത്രീകൾ അവകാശപ്പെടുന്നത്, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. കാരണം ഈ ശേഖരണ കാലഘട്ടത്തിൽ സ്ത്രീകളാണ് താരതമ്യേന സെറ്റിൽഡ് ലൈഫ് നയിക്കുന്നത്. പുരുഷന്മാർ വേട്ടയാടാനും മറ്റു സാധനങ്ങൾ പിടിക്കാൻ പോകുന്ന സമയത്ത് പ്രസവം എന്നുള്ള തൊഴിൽ സ്ത്രീയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പോലെ 2 പ്രസവിച്ചിട്ട് നിർത്തണ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ പ്രസവിച്ചുകൊണ്ടിരിക്കും, ജീവിക്കുന്നവർ ജീവിക്കും, മരിക്കുന്നവർ മരിക്കും. അപ്പോൾ ഈ പ്രസവം എന്ന് പറയുന്നത് ഭയങ്കര ഫിസിക്കൽ ലേബർ ആവശ്യമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ സെറ്റിൽഡ് ആവുന്നത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ സെറ്റിൽഡ് ആയിരിക്കുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് സ്ത്രീകളാണ് ഈ അവർ വലിച്ചെറിയുന്ന വിത്തുകൾ മുളയ്ക്കുന്നത് കണ്ട് അതിൽ നിന്നുമാണ് അവർ കൃഷി കണ്ടുപിടിച്ചത് എന്നാണ് സ്ത്രീകളുടെ വാദം. മാത്രമല്ല ഭാഷ ഒരു മാക്സിമം തോട്ടിനകത്ത് പറയുന്നത് ഇവർ ഈ എന്താ പറയുക നായാട്ടിനൊക്കെ പോകുന്ന സമയത്ത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഭാഷ ഉപയോഗിച്ചതെന്ന് പറയുന്നു. ഞങ്ങൾ അതിനെയും അംഗീകരിക്കുന്നില്ല. കാരണം ഭാഷ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന സ്ത്രീകൾക്ക് തന്നെയായിരുന്നു. കാരണം സ്ത്രീകളാണ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്, കുഞ്ഞുങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളാണ് ഭാഷയുടെ ഉപജ്ഞാതാക്കൾ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മറ്റൊന്ന് സ്വത്ത്. അപ്പോൾ സ്വകാര്യ സ്വത്ത് പതുക്കെ കൃഷി വരുന്നു, മിച്ച ഉൽപ്പാദനം വരുന്നു, സ്വകാര്യ സ്വത്ത് പതുക്കെ വരുന്നു. അങ്ങനെ സ്വകാര്യ സ്വത്ത് വരുന്നതോടുകൂടി സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ പുരുഷൻ്റെ കുട്ടികളുടെ ജനനത്തിലുള്ള റോള് മനസ്സിലാക്കുന്നതോടുകൂടി ഈ സ്വകാര്യ സ്വത്തിന് അതായത് പിന്തുടർച്ചാവകാശി വേണം, സ്വന്തം രക്തത്തിൽ പിളർന്നത് സ്വന്തം പിന്തുടർച്ചാവകാശി വേണം എന്ന നിലയിലേക്ക് സമൂഹം മാറ്റപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് ഉൽപ്പാദന പ്രക്രിയയിൽ വന്നിട്ടുള്ള ഉപകരണങ്ങളുടെ വികാസമാണ്. ആദ്യമേ ശേഖരണമായിരുന്നെങ്കിൽ പിന്നീട് പ്രൊഡക്ഷനിലേക്ക് പോകുന്നു. അതിന് കാരണം ഉൽപ്പാദനോപാധികളുടെ വികസനമാണ്. കലപ്പ കണ്ടുപിടിക്കുന്നു, ഇരുമ്പ് കണ്ടുപിടിക്കുന്നു, അങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ച് പോകുന്നു. ആ കാലഘട്ടത്തിൽ മനുഷ്യരാശിയുടെ സാമ്പത്തിക വിവാഹം കുടുംബരൂപങ്ങളുടെ ചരിത്രപരമായ വികാസത്തെയും അത് സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് മുമ്പ് ഗണമായിരുന്നു, പിന്നെ യുഗ്മമായിരുന്നു എങ്കിൽ ഇപ്പോൾ വരുമ്പോൾ അത് ഏകദാമ്പത്യ കുടുംബത്തിലേക്ക് വരികയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ കാര്യങ്ങൾ അറിയാം, അതുകൊണ്ട് ഞാൻ ജമ്പായിട്ട് പോവുകയാണ്. ജൈവപരമായി കുട്ടികൾ തങ്ങളുടേതാണെന്ന് ഉറപ്പുവരുത്താൻ പുരുഷന്മാർ സ്ത്രീകളുടെ ലൈംഗികത, പ്രത്യുൽപാദനം എന്നിവ നിയന്ത്രിച്ചു തുടങ്ങി. അപ്പോൾ കുട്ടിയുടെ ജനനത്തിൽ പുരുഷന് തൻ്റെ പങ്ക് വെളിവാകുന്നതോടുകൂടി അതേസമയം തന്നെ പാരലായിട്ട് കൃഷി പോലുള്ള സെറ്റിൽഡ് ലൈഫ് വരുന്നതോടുകൂടി അതുപോലെ തന്നെ കാലി വളർത്തലും വരുന്നതോടുകൂടി അവർ സ്ത്രീകളെ പതുക്കെ ആ പ്രമുഖമായ സ്ഥാനത്ത് നിന്നും അവരെ മാറ്റുകയാണ്. അത് അവർ സാധ്യമാക്കിയത് ലൈംഗിക
ലൈംഗികതയുടെയും പ്രത്യുൽപാദനവും നിയന്ത്രിച്ചുകൊണ്ടാണ്. അതിന് പലവിധ മാർഗങ്ങൾ തുടർന്ന് ഉപയോഗിക്കുന്നുണ്ട്. പാതിവൃത്യത്തിൻ്റെയും പരിശുദ്ധിയുടെയും ആശയ സംഹിതകൾ ഉണ്ടാക്കുന്നു. ഒഴിച്ചു നിർത്തൽ, സഞ്ചാര സ്വാതന്ത്ര്യം നിയന്ത്രിക്കൽ, സാമ്പത്തിക സ്വാതന്ത്ര്യം നിഷേധിക്കുക, അതിക്രമങ്ങൾ അത് ഇന്നും അന്നും എക്കാലവുമുണ്ട്. ഭരണകൂടത്തിൻ്റേതുമുണ്ട്, അല്ലാതെയുമുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രത്യക്ഷത്തിൽ വന്നിട്ടുള്ളതാണ് നേരത്തെ ഇവിടെ അതിജീവിതമാരെക്കുറിച്ച് സംസാരിച്ചത്. അതായത് റേപ്പ് ഒരു പുരുഷൻ്റെ ലൈംഗിക തൃഷ്ണയുടെ എക്സ്പ്രഷനൊന്നും അല്ല. മഹാഭൂരിപക്ഷം സമയവും അതൊരു വെപ്പൻ മാത്രമാണ്. ആ വെപ്പൻ പൊളിറ്റിക്കൽ കെയോസിൻ്റെ സമയത്ത് ഉപയോഗിക്കും, റിലീജിയസ് കെയോസിൻ്റെ സമയത്ത് ഉപയോഗിക്കും. അല്ലാതെ തന്നെ സമൂഹത്തിൽ പുരുഷന് സ്ത്രീകളോട് അടങ്ങാത്ത ഒരു വർഗസമരത്തിൽ പുരുഷനും, അതായത് വർഗസമരത്തെക്കുറിച്ച് സംസാരിക്കുന്ന മാർക്സിസ്റ്റുകൾ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു വർഗ താല്പര്യ വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യം ഇന്നുവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പലവിധ മാർഗത്തിലൂടെ അതിനകത്ത് വയലൻസ് എന്ന് പറയുന്ന ഫിസിക്കൽ വയലൻസ് മാത്രമല്ല, സെക്ച്വൽ വയലൻസാണ് അതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. ഇനി ഇങ്ങനെ വികസിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ മേഖലകളെ രണ്ടായി തിരിക്കുകയാണ്. ഒരെണ്ണത്തിനെ പൊതുമേഖലയെന്നും മറ്റൊന്നിനെയ് സ്വകാര്യ മേഖലയെന്നും മാറ്റുകയാണ്. അതായത് പ്രത്യുൽപാദന മേഖലേനെയും സ്വകാര്യ മേഖല, മറ്റത് പൊതുമേഖല. ഇനി പൊതുമേഖല എന്ന് പറഞ്ഞാൽ ചരക്കിൻ്റെ ഉൽപ്പാദനം, അതുമായി ബന്ധപ്പെട്ട് പൊതുമേഖലയെന്ന് കാണുന്നു. ഇതിനെ ഉൽപ്പാദനം എന്ന് വിളിക്കുന്നു. സ്വകാര്യ മേഖല ജീവൻ്റെ ഉൽപ്പാദനം, ഇതിനെ പ്രത്യുൽപാദനം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഉൽപ്പാദനം തന്നെ രണ്ട് തരത്തിലാക്കി മാറ്റുകയാണ്. ഒന്ന് പൊതുമേഖല, പൊതുവായിട്ടുള്ള ചരക്കിൻ്റെ ഉൽപ്പാദനം. മറ്റൊന്ന് സ്വകാര്യ മേഖലയിലെ കുട്ടികളുടെ ഉൽപ്പാദനം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ലാൻഡ് ലേബർ ഉപകരണങ്ങൾ, ലാൻഡ് ലേബർ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതാണല്ലോ ടൂൾസ്, ഇതാണല്ലോ ഉൽപ്പാദന ഉപാധികൾ എന്ന് പറയുന്നത്. ഭൂമി, അതായത് പ്രകൃതി, പിന്നെ ലേബർ തൊഴിലാളി, തൊഴിൽ, പിന്നെ ഉപകരണങ്ങൾ. ഈ ഉപകരണങ്ങളുടെ വികാസത്തിനനുസരിച്ചാണ് കാലഘട്ടങ്ങളെ പുരോഗമിച്ച് പോകുന്നതായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ തൊഴിലാളി എവിടെ നിന്നാണ് വരണത്? ഒരു പുരുഷനിങ്ങനെ വെറുതെ കുന്തമിഴിച്ചോണ്ടിരുന്നുണ്ടെങ്കിൽ തൊഴിലാളി വരുമോ? ഇല്ലല്ലോ. തൊഴിലാളി വരുന്നതിനകത്തും ഒരു വലിയൊരു അധ്വാനമുണ്ട്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഇടപെടലുണ്ട്. അത് വേറൊരു സെക്ച്വൽ ആക്ട് മാത്രമൊന്നുമല്ല. ഒരു സെക്ച്വൽ ആക്ട് കൊണ്ട് നടക്കുന്നത് ഒരു നേരത്തെ അയാൾ വിവരിച്ചതുപോലെ ഒരു ചെറിയൊരു ഭ്രൂണം ഉണ്ടാകുന്ന പരിപാടി മാത്രമേ നടക്കുന്നുള്ളൂ. ബാക്കി എത്രയോ അധ്വാനമുണ്ട്. ഉള്ളിൽ പേറിയിട്ടുള്ള അധ്വാനമുണ്ട്, പുറത്തേക്ക് കൂട്ടി വന്നിട്ടുള്ള അധ്വാനമുണ്ട്. ഒരു ജീവിയിൽ മറ്റേതൊരു ജീവികളും പൊടുന്നനെ പുറത്തു വന്നാൽ പിറ്റേ ദിവസം തുടങ്ങി ഇര പിടിച്ചു തുടങ്ങും. മനുഷ്യനെന്ന് പറയുന്ന ജീവി എത്രയോ കാലത്തെ പ്രൊട്ടക്ഷന് ശേഷമാണ് ആ ജീവി വലുതായിട്ട് വന്നിട്ട് ഒരു ലേബർ മാർക്കറ്റിലേക്ക് കടക്കണത്. അപ്പോൾ ഏതാണ്ട് സ്വാഭാവികമായിട്ട് ലേബർ മാർക്കറ്റിൽ ഇതങ്ങ് വന്ന് വീഴുന്നത് പോലെയാണ് ഈ അനാലിസിസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്ത്രീ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ പ്രത്യുൽപാദനം എന്ന് പറഞ്ഞ് വളരെ സ്വാഭാവികമായി കണ്ട് ഒട്ടും വാല്യൂ ഇല്ല എന്ന് പറയുന്നതിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. നമ്മളതിനെ വിമർശന വിധേയമാക്കണമെന്നാണ് അഭിപ്രായം. അപ്പോൾ ഉൽപാദനം പണവുമായി തുലനപ്പെടുത്തി മൂല്യം നിശ്ചയിക്കുന്നു. പ്രത്യുൽപാദനം സ്വാഭാവികമായി കണ്ടിട്ട് ഒരു മൂല്യവും അതിനില്ല എന്നാണ് ഈ സമൂഹത്തിൻ്റെ വിലയിരുത്തൽ. ഇതിനെ പുരുഷാധിപത്യ പ്രത്യയശാസ്ത്രം പ്രകൃതിയെയും സ്ത്രീയെയും ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. പിന്നെ വർഗം, ജാതി എന്നിവ പോലെ തന്നെ പുരുഷ മേധാവിത്വവും ഒരു വ്യവസ്ഥയാണ്. മറ്റു പ്രബലമായ ഉൽപ്പാദന വ്യവസ്ഥകളുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായി വന്നതല്ല, അത് രൂപപ്പെടുത്തിയെടുത്തതാണ്. സ്ത്രീയും പുരുഷനും, ആണും പെണ്ണും മാത്രമേ ജനിക്കുന്നുള്ളൂ. സ്ത്രീയും പുരുഷനും സാമൂഹ്യ സൃഷ്ടിയാണ്. ഇത് കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. ഇത് കമ്മ്യൂണിറ്റി ടു കമ്മ്യൂണിറ്റി മാറിക്കൊണ്ടിരിക്കും. ഓരോ രാജ്യത്തിലും അത് വ്യത്യാസമായിരിക്കും. നമുക്ക് ഇന്ന് തന്നെ കാണാമല്ലോ, നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ ഒരു സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഒരു ഇടപെടൽ രീതിയോ ഒന്നും അല്ലല്ലോ യൂറോപ്പിലുള്ളവർ. അവിടെയുള്ളവരെ പോലെ അല്ലല്ലോ അറേബ്യൻ രാജ്യങ്ങളിലുള്ളവർ, അവരെ പോലെ അല്ലല്ലോ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ളവർ. അപ്പോൾ ഇതൊന്നും പ്രകൃതിയാവുള്ളതൊന്നും അല്ല. ഇത് കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. കമ്മ്യൂണിറ്റി ടു കമ്മ്യൂണിറ്റി മാറിക്കൊണ്ടിരിക്കും. നാഷൻ ടു നാഷൻ മാറിക്കൊണ്ടിരിക്കും. അതിനെല്ലാം അവിടെ രൂപപ്പെട്ടു വരുന്ന നിയമങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും എല്ലാം അതിനകത്ത് പങ്കുണ്ട്. ഇത് നിശ്ചയിക്കുന്നത് ചില നിയമങ്ങളും ആചാരങ്ങളും പല മാർഗത്തിലൂടെ ആചാരങ്ങളുമാണ്. മാത്രവുമല്ല, ഇത് പല മാർഗത്തിലൂടെ ഇത് നിലനിർത്തുന്നു. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള മാർഗമാണ് സെക്ച്വൽ ഡിവിഷൻ ഓഫ് ലേബർ അറ്റ് ഹോം. വീട്ടിൽ സെക്ച്വൽ ഡിവിഷൻ ഓഫ് ലേബർ, പ്രൈവറ്റ് മേഖല, സ്വകാര്യ മേഖല,
പൊതുമേഖല എന്ന് തിരിച്ചിട്ട് സ്വകാര്യ മേഖല സ്ത്രീകളോട് ഇത് നിങ്ങളുടെയാണ്. സെക്ച്വൽ ഡിവിഷൻ ഓഫ് ലേബർ ആദ്യമേ തന്നെ നടത്തി ലിംഗാധിഷ്ഠിത തൊഴിൽ വിഭജനം. അത് ജനിക്കുമ്പോഴേ തന്നെ കുട്ടികൾ അങ്ങനെ അങ്ങോട്ട് ട്യൂൺ ചെയ്ത് വിടും, അങ്ങോട്ടേക്ക് ആൺകുട്ടികളെ വേറൊരു ലൈനിലേക്ക്, പെൺകുട്ടികളെ വേറൊരു ലൈനിലേക്ക്. അപ്പോൾ സെക്ച്വൽ ഡിവിഷൻ അവിടെ തുടങ്ങി. അപ്പോൾ അത് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനുശേഷം അത് സ്വകാര്യ മേഖല, ഇത് പൊതുമേഖല പുരുഷൻ്റെ മേഖല, സ്വകാര്യ മേഖല സ്ത്രീയുടെ മേഖല. ഇത് പല മാർഗത്തിലൂടെ നിലനിർത്തപ്പെടുന്നു. കുടുംബം, മതം, മാധ്യമം, വിദ്യാഭ്യാസം, രാഷ്ട്രീയം, സാംസ്കാരികം, കല, സാഹിത്യം, പ്രതീകങ്ങൾ, ആചാരങ്ങൾ, ചിഹ്നങ്ങൾ, ഭാഷ, പഴഞ്ചൊല്ല് എന്ന് വേണ്ട സർവത്ര സാധനങ്ങൾ ഉപയോഗിച്ച് അതിനെ നിലനിർത്തുന്നു. ഇവിടെ അപ്പോൾ ആ സമയത്ത് ഞാനൊരു കാര്യം പറയാം. ഇവിടെ കൂടുതൽ ആഘോഷിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ചോക്ലേറ്റ് എന്ന് പറയുന്ന സിനിമ. സിനിമയുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന കൃത്യമായ ആൻറ്റി വിമനാണ്, യാതൊരു സംശയവുമില്ല. എല്ലാ സിനിമയും എടുത്തോളൂ, അതിൽ 99.99% സിനിമകളും ആൻറ്റി വിമനാണ്. ആൻറ്റി വിമൻ പൊളിറ്റിക്സ് വളരെ സട്ടിലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാധനമാണ്. അതിനകത്തൊരു സിനിമയാണ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ സിനിമ. എല്ലാ ആളുകളും അക്കാലത്ത് യൂത്ത് പ്രധാനമായിട്ട് ആഘോഷിച്ചതാണ്. ഒരു വിമൻസ് കോളേജിൽ ഏക പുരുഷ സന്തതി, ഒരു പുരുഷ സ്റ്റുഡൻറ്റ്, അതാരാണ്? നമ്മുടെ പൃഥ്വിരാജ്. എന്നിട്ട് അയാളെ അവിടുത്തെ ഗേൾസ് എല്ലാം കൂടിയിട്ട് റാഗ് ചെയ്യാണ്. ഈ റാഗ് ചെയ്യുന്ന സമയത്ത് അവൻ പറയുകയാണ്, ഞാനൊന്ന് അറിഞ്ഞു പെരുമാറിയാൽ നീയൊക്കെ 10 മാസം കഴിഞ്ഞ് ഫ്രീ ആവുമെന്ന്. അപ്പോൾ ഈ സംവിധായകനോ അതുമല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി എഴുതിയവനോ അപ്പോൾ കണ്ട ഗേൾസ് മുഴുവനും ചമ്മി പോകുന്നതായിട്ടാണ് സിനിമ നമ്മളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ അതൊരു സ്ത്രീപക്ഷ അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു നീതിപക്ഷ നിലപാടെങ്കിലും അതിൻ്റെ സ്റ്റോറി റൈറ്റർക്കോ സംവിധായകനോ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ പറയാ, ഇവിടെ നിയന്ത്ര വിത്ത് കളയാണോ? തിരിച്ചൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി, അപ്പം തീരും അവിടെ. പക്ഷെ തിരിച്ച് ചോദിപ്പിക്കില്ല, കാരണം കൃത്യമായി ആൻറ്റി വിമൻ പൊളിറ്റിക്സ് ആ സിനിമ നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. മാത്രവുമല്ല, അതുമല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാം, ഇങ്ങനെയും ചോദിക്കാം, അതായത് ഞങ്ങൾ 10 മാസം കഴിഞ്ഞ് ഫ്രീ ആവൂലോ, നീ 4 ചുമരിനുള്ളിൽ കയറിയാൽ എത്ര വർഷം കഴിഞ്ഞിട്ടാ ഫ്രീ ആവുക? ഇത്രയും ചോദിച്ചാൽ മതി. പക്ഷെ ചോദിപ്പിക്കില്ല. കാരണം എല്ലാ സംവിധാനങ്ങൾക്കും, സിനിമയാണെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളാണെങ്കിലും എല്ലാ സംവിധാനങ്ങൾക്കും പഴഞ്ചൊല്ലുകൾക്കാണെങ്കിലും ഒക്കെ നമ്മൾ പറയില്ലേ, ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെ ചാടിയാൽ ചട്ടിയിൽ എന്ന് വേണ്ട കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ആൻറ്റി വിമനാണ്. അതുപോലെ തന്നെ ആൻറ്റി കാസ്റ്റുമുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഇത് കൂടാതെയാണ് ഭരണകൂടം അതിൻ്റെ ലെജിസ്ലേച്ചർ വഴി, നിയമനിർമ്മാണം വഴി, ജുഡീഷ്യറി. നേരത്തെ ജുഡീഷ്യറി കൃത്യമായിട്ട് പറഞ്ഞു നമ്മുടെ അഡ്വക്കേറ്റ് പ്രശാന്ത്. കാരണം ജുഡീഷ്യറി എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇൻറ്റേർണലൈസ് ചെയ്തിരിക്കുന്ന വാല്യൂ അല്ലേ അവർക്ക് പുറത്തു കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അദ്ദേഹം പറഞ്ഞ അതിനകത്ത് ഈ വിധി വിധിച്ചത് മഹാഭൂരിപക്ഷവും പുരുഷന്മാരല്ലായിരുന്നു, സ്ത്രീകളായിരുന്നു. ഈ പറയുന്ന ഇവിടുത്തെ അതിജീവിത സിനിമ ഗേള്, ആ കുട്ടി ചോദിച്ചത് ഒരു ഫീമെയിൽ ജഡ്ജിനെയാണ്. അവസാനം ഫീമെയിൽ ജഡ്ജിനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇവർ ഹോസ്റ്റൈലാണ്, ഞങ്ങൾക്കെതിരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഫീമെയിൽ ജഡ്ജിനെ വേണ്ട, ഞങ്ങൾക്ക് ഓപ്പൺ കോർട്ടിൽ മതി എന്ന് അതേ ഗേൾ പറഞ്ഞു. പക്ഷേ പയ്യൻ പറഞ്ഞു, പ്രതി പറഞ്ഞു, ഞങ്ങൾക്ക് ഓപ്പൺ കോർട്ടിൽ വേണ്ട എന്ന്. എന്നിട്ട് എന്താണോ അതിൻ്റെ ഉദ്ദേശം അതിന് നേർ വിപരീതം സംഭവിച്ചു. അപ്പോൾ ഇതൊക്കെ ഈ സ്ത്രീകൾ ഇൻറ്റേർണലൈസ് ചെയ്തിരിക്കുന്ന ഒരു മൂല്യമുണ്ട്. അത് ജനിച്ചു വീഴുമ്പോൾ തന്നെ പതുക്കെ ഈ പുട്ടും കുഴിയിൽ കൂടെ വിടുന്ന പോലെയാണ് ഈ സംഭവം. കുറച്ച് കഴിഞ്ഞ് നന്നായി ഇതിങ്ങനെ ആക്കി വിടും. എന്താ പറയുക, പുട്ട് കുഴയ്ക്കുന്ന സമയത്ത് അത് ഓക്കെയാണ്. ആ കുടലിനകത്ത് വെച്ചിട്ട് ആവി കയറ്റി കഴിഞ്ഞാൽ അത് നേരെ നിൽക്കും എന്ന് പറയുന്നത് പോലെയാണ് ഈ എന്താ പറയുക സോഷ്യലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഭരണകൂടവും ജുഡീഷ്യറിയും മതവും എല്ലാം ഒരേപോലെ ഒറ്റക്കെട്ടായി പ്രത്യയശാസ്ത്ര ആൻറ്റി വിമൻ പ്രത്യയശാസ്ത്ര നിർമ്മിതി നടത്തുക മാത്രമല്ല അത് നിലനിർത്തുകയും ചെയ്യുന്നു. അങ്ങനെ സ്ത്രീയുടെ സ്ഥാനം ഇടിയുകയും അവൾ അടിമയാക്കപ്പെടുന്നു. അതോടുകൂടി സ്ത്രീകൾ അതിനു മുന്നേ അനുഭവിച്ചിരുന്ന ലൈംഗിക സ്വാതന്ത്ര്യം അടക്കമുള്ളത് പോവുകയും സ്ത്രീകളെ കാറ്റഗറൈസ് ചെയ്യുകയാണ്, വർഗീകരിക്കുകയാണ്, ഭാര്യ, വെപ്പാട്ടി, വേശ്യ എന്നീ നിലകളിൽ. കാരണം ഒരു പുരുഷന് ഒരു സ്ത്രീയിൽ നിൽക്കാൻ താല്പര്യമില്ല. സ്ത്രീ മാത്രം ഒരു പുരുഷനിൽ നിന്നോളണം. അവർക്ക് മാർക്കറ്റിൽ സ്ത്രീകളെ ലഭ്യമാകണം. മാർക്കറ്റിൽ പണ്ട് ഈ വെപ്പാട്ടി സിസ്റ്റത്തിൽ മാർക്കറ്റിൽ എന്നതിനേക്കാൾ ഉപരി നമ്മൾ നോക്കൂ, നമ്മുടെ ഇവിടെ ഈ പറയുന്ന ഈ സെക്സ് ട്രേഡിന് സ്ത്രീകളുടെ സാമ്പത്തിക സാഹചര്യം മാത്രമല്ല, അതിൻ്റെ ഒരു കാസ്റ്റ് സ്റ്റഡി നടത്തിക്കേ.
പണ്ട് നമ്മുടെ കുടിയന്മാരായിരുന്ന ആളുകളെ ഉടമകൾ യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഫ്രീ ആണ്, യു ക്യാൻ നിങ്ങളുടെ സെക്സിനെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം, ഓപ്പൺ മാർക്കറ്റിൽ വിറ്റോളൂ. അതുവരെ അതിനു മുൻപ് എന്താ പറയുക, ജമ്മിയുടേതോ അല്ലെങ്കിൽ അവരുടേതായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫ്രീ ആണ്, നിങ്ങൾ ഓപ്പൺ മാർക്കറ്റിൽ വിറ്റോളൂ. ഇതാണ് നിലപാട്. അപ്പോൾ അതായത് ഒരു ഭാര്യ എന്ന് പറയുന്നത് തൻ്റെ സന്തതിക്ക് അവകാശം കൊടുക്കാൻ വേണ്ടി, സന്തതി സൃഷ്ടിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ബാക്കി എനിക്കതിനകത്ത് നിൽക്കാൻ പറ്റൂല. എനിക്ക് എൻ്റെ സെക്ച്വൽ ഫ്രീഡം വേണം, ആസ്വദിക്കണം. അപ്പോൾ അതുകൊണ്ട് വെപ്പാട്ടീനെ വയ്ക്കും, വേശ്യ തുടങ്ങിയ കാറ്റഗറീസ് സൃഷ്ടിക്കപ്പെടുന്നത്. സ്ത്രീകളെ വർഗങ്ങളാക്കി മാറ്റുന്നു, വർഗീകരിക്കുന്നു. അങ്ങനെ കുലസ്ത്രീകൾ ജനിക്കുന്നു. സമ്പത്തിൽ നിന്നും ഉൽപ്പാദനോപാധികളിൽ നിന്നും സ്ത്രീകളെ അന്യവൽക്കരിക്കുന്നു. വിവിധ സാമൂഹ്യ സ്ഥാപനങ്ങൾ പ്രത്യയശാസ്ത്രങ്ങൾ വഴി സ്ത്രീകളുടെ രണ്ടാംകിട പദവി ഉറപ്പിക്കുന്നു. പ്രധാനമായിട്ടും മതമാണ് അതിനകത്ത് ഭയങ്കര വലിയ റോൾ വഹിക്കുന്നത്. പിന്നെ അക്രമം, അടിച്ചമർത്തൽ ഉപാധികളായിട്ട് ഉപയോഗിക്കുന്നു. ഈ അക്രമത്തിൽ ഫിസിക്കൽ ടോർച്ചർ എന്നുള്ളതിനകത്ത് വളരെ പ്രാമുഖ്യമുള്ള ഒന്നാണ് റേപ്പ് എന്ന് പറയുന്നത്. അഭയ കേസിൽ പ്രതികളുടെ കേസ് നടത്തിയിരുന്ന ആ മനുഷ്യൻ, ആ വക്കീൽ, അയാൾ വന്ന് ഒരു ഉളുപ്പുമില്ലാതെയാണ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞ്, എൻ്റെ മകളും ഈ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ അവൾക്കെതിരെ നിൽക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഒരു ഇൻ്റർവ്യൂവിലാണ്, നാഷണൽ ചാനലിലൊക്കെ അത് വന്നതാണ്, സ്റ്റേറ്റ് ചാനലിൽ വന്നോ എന്ന് എനിക്ക് വ്യക്തതയില്ല. പക്ഷെ മാർക്സിസം പറയുന്നത് തൊഴിലാളികൾക്ക് സ്വത്തില്ല, അതുകൊണ്ട് പുരുഷ മേധാവിത്വം സ്ഥാപിക്കാൻ തൊഴിലാളികൾക്കിടയിൽ യാതൊരു പ്രചോദനവുമില്ല. കൂടാതെ വൻകിട വ്യവസായം സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് അധ്വാന കമ്പോളത്തിലേക്കും വ്യവസായശാലകളിലേക്കും എത്തിക്കുകയും പലപ്പോഴും അവൾ കുടുംബം പോറ്റുന്ന ആളിൻ്റെ നിലയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തിട്ടുള്ളതിനാൽ തൊഴിലാളി കുടുംബത്തിൽ പുരുഷ മേധാവിത്വത്തിൻ്റെ എന്തെങ്കിലും അവശിഷ്ടമുണ്ടായിരുന്നെങ്കിൽ അതും കൂടി നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്ന്. മനസ്സിലായല്ലോ? പിന്നെ അതിൻ്റേതായി ഇനി ഇവിടെ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഏകദാമ്പത്യ കുടുംബത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൽ രൂഢമൂലമായിരിക്കുന്ന ക്രൂരത മാത്രമായിരിക്കും. സമാധാനം അതെങ്കിലും സമ്മതിച്ചല്ലോ. മാക്സ് ആൻഡ് ഫെഡറിക്സിൻ്റെ കൃതികൾ വാള്യം 21 പേജ് 74. അപ്പോൾ ഈ മാക്സിയൻ അനാലിസിസിനകത്ത് പറയുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞങ്ങളുടെ നിലപാട് ഫസ്റ്റ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് കൃഷിയും കാലിവളർത്തലുമല്ല, സെക്ച്വൽ ഡിവിഷൻ ഓഫ് ലേബറാണ്. അത് സ്ത്രീകളെ രണ്ടാംകിട പൗരരാക്കം മാത്രമല്ല, പ്രൈവറ്റ് അതായത് സ്വകാര്യ മേഖലയിലേക്ക് തളച്ചിടുന്നു. മറ്റൊന്ന് പബ്ലിക് ലൈഫ് ആൻഡ് പ്രൈവറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ലൈഫിനെ രണ്ടായിട്ട് തിരിക്കുന്നു. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന സംഭവമല്ല. രണ്ട് പ്രത്യേക മേഖലകളാക്കി, ഒന്നിൻ്റെ എക്സ്റ്റൻഷൻ രണ്ട് പ്രത്യേക മേഖലകളാക്കി തിരിക്കുന്നത് തിരിച്ചുകൊണ്ട് സ്ത്രീകളെ ഒരു സ്ഥലത്ത് തളച്ചിടുകയാണ്. അത് പുരുഷന് സൗകര്യം കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയാണ്. പിന്നെ കുടുംബത്തിൽ ജനാധിപത്യ മൂല്യം ശീലിക്കാത്ത ഇവരെങ്ങനെയാണ് ഈ രാഷ്ട്രത്തിനെ കൊണ്ടുനടക്കുന്നത്, പഞ്ചായത്തിനെ കൊണ്ടുനടക്കുന്നത്? കുടുംബത്തിലെ ഏകാധിപത്യമാണ് ശീലിച്ചിട്ടുള്ളത്. ഇക്കൂട്ടരാണ് നമ്മുടെ ഭരണയന്ത്രം തിരിക്കുന്നത്. എങ്ങനെയാണ് ഇവർക്ക് ഭരണതന്ത്രം ജനാധിപത്യപരമായിട്ട് തിരിക്കാൻ പറ്റുന്നത്? അതുകൊണ്ടാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ പലതും അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോകുന്നതിൻ്റെ മുഖ്യമായ കാരണം അതാണ്. പിന്നെ ലേബർ പ്രൊഡക്ഷൻ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, റീപ്രൊഡക്ഷൻ്റെ കാര്യം. പിന്നെ ഇപ്പം അതിനകത്ത് സെക്സ് ട്രേഡേഴ്സിനെ റാറ്റിഫൈ ചെയ്യാൻ നടക്കുന്ന ആളുകളോട് എനിക്കൊരു വിമർശനമുണ്ട്. കാരണം ഈ സെക്സ് ട്രേഡും ഈ സ്ത്രീകളെ വർഗീകരിച്ച് ഭാര്യ, വേശ്യ, വെപ്പാട്ടി ഇതിനകത്ത് വരുന്ന ഒരു സംഭവമാണ് വേശ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആ പദം ഉപയോഗിക്കാറില്ല, സെക്സ് വർക്ക് എന്നാണ് ഉപയോഗിക്കുന്നത്. ഇവിടെയുള്ള ഒരു ഫെമിനിസ്റ്റ് ലീഡർ പറഞ്ഞത്, ഞാൻ ഈ വേദിയിൽ പറയുകയാണ്, സെക്സ് വർക്കേഴ്സിന് ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പരിമിതി എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് സ്ത്രീകൾ വീട്ടിൽ ഫ്രീ സെക്സ് കൊടുക്കുന്നു, അതുകൊണ്ട് അവർക്ക് തൊഴിൽ രഹിതരാകുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എനിക്കതിനകത്തൊരു രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, അതായത് ഈ സെക്സ് എന്ന് പറയുന്നതിനകത്ത് സ്ത്രീയും പുരുഷനും തുല്യമായിട്ട് ഇടപെടുന്ന ഒന്നല്ലേ? സ്ത്രീ സ്വയം ഞാനൊരു പ്രോഡക്റ്റാണ് എന്ന് പറയുന്നതല്ലേ നമ്മൾ അവർക്ക് ഫ്രീ ആയിട്ട് സെക്സ് കൊടുക്കുന്നു എന്ന് പറയുന്നത്? എന്താണ് ഫ്രീ ആയിട്ട് സെക്സ് കൊടുക്കുന്നു എന്ന് പറയുന്നത്? നിങ്ങളൊക്കെ വിവാഹിതരല്ലേ? ഫ്രീ ആയിട്ട് സെക്സ് കൊടുക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സ്വയമായിട്ട് താനൊരു പ്രോഡക്റ്റാണ് എന്നൊരു സ്ത്രീ തീരുമാനിക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണത്.
ഞാൻ അതിനകത്ത് പോസിറ്റീവായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഒരു സ്ത്രീക്ക് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടെ ഫ്രീ ആയിട്ട് സെക്സ് കൊടുക്കുന്നു എന്ന് പറയുന്നത്? അങ്ങനെയെങ്കിൽ അവിടെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ആ രീതിയിൽ കാണണം. പിന്നെ അതിന് വേറൊരു ന്യായീകരണമാണ് പറയുന്നത്. അതായത് ഫാമിലിക്ക് അകത്തുള്ള തൊഴിൽ അത് മൂല്യമില്ലാത്ത തൊഴിലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വീട്ടുപണി എന്ന് പറയുന്ന മൂല്യമില്ലാത്ത തൊഴിലായിട്ട് കണക്കപ്പെടുന്നു. അതിന് സ്ത്രീകൾക്ക് വേതനം കൊടുക്കുന്നില്ല. ശരി, വേതനം കൊടുക്കുന്നില്ല. അതും ഇതും തമ്മിൽ ഈക്വേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു കാരണവശാലും ഈക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം സെക്ഷൽ ആക്ടിനകത്ത് സ്ത്രീയും പുരുഷനും ഒരുപോലെ ഇൻവോൾവ് ആണ്. അതേസമയം വീട്ടുപണി എന്ന് പറയുന്നതിനകത്ത് പുരുഷൻ ഒട്ടും ഇൻവോൾവ് അല്ല, സ്ത്രീ മാത്രം ഇൻവോൾവ് ആണ്. അപ്പോൾ പിന്നെ അത് രണ്ടും എങ്ങനെയാണ് തുലനം ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കലും തുലനം ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്വയം സെക്ച്വൽ പ്രോഡക്റ്റാണ് എന്നൊരു സ്ത്രീ പറയണമെന്നാണോ ഇവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് വ്യക്തമല്ല. പക്ഷേ എനിക്കതൊരു ഞെട്ടലായിരുന്നു അവരിൽ നിന്നത് കേട്ടപ്പോൾ. പിന്നെ ഉൽപ്പാദന രംഗത്തുള്ള വർഗ താല്പര്യങ്ങൾ പോലെ സ്ത്രീ പുരുഷ വർഗ താല്പര്യങ്ങൾ മാക്സിൻ അനാലിസിസിൽ ഒട്ടും അഡ്രസ്സ് ചെയ്യുന്നില്ല. കാസ്റ്റ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. അത് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ലോവർ കാസ്റ്റിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബഹുമുഖ ചൂഷണങ്ങൾ അത് ലോവർ കാസ്റ്റിലെ പുരുഷന്മാരെക്കാൾ ഭീകരമാണത്. അതൊരിക്കലും അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അത് വേറൊരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. ഇവർ ഈ പറയുന്ന ഈ ഒരു വലിയൊരു സിസ്റ്റം ഉണ്ടല്ലോ, മാക്സിസം സ്വർഗമാണ്. അതിനകത്ത് അവർ വെക്കുന്നത് അൾട്ടിമേറ്റായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? തൊഴിലാളി വർഗ ഭരണം വരികയും പിന്നെ അക്കോർഡിംഗ് ടു ഈച്ച് ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ദയർ എബിലിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ദയർ നീഡ്സ്. ഓരോരുത്തരിൽ നിന്നും അവരവരുടെ കഴിവിനനുസരിച്ചും ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യത്തിനനുസരിച്ചും. പിന്നെ അതിൻ്റെ ഹയർ സ്റ്റേജിൽ വരുമ്പോൾ ഭരണകൂടം ഗവൺമെൻറ് വിൽ വിതറവേ എന്നാണ് അവർ പറയുന്നത്. ഭരണകൂടം കൊഴിഞ്ഞു പോകുന്നു. പക്ഷേ അതേ സമയം തന്നെ അവർ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഭരണകൂടം ഈ സാധനങ്ങളൊക്കെ എങ്ങനെ പിടിച്ചെടുക്കണം, എങ്ങനെയാണിത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എത്ര സെൻട്രലൈസ്ഡ് ആയിരിക്കണം കാര്യങ്ങളെല്ലാം, എല്ലാ കാര്യങ്ങളും സെൻട്രലൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം. മാത്രമല്ല കേന്ദ്രത്തിനൊരു പണമിടപാട് സംവിധാനം വേണം. ആ സംവിധാനത്തിലൂടെ മാത്രമേ ഒരു രാഷ്ട്രത്തിൻ്റെ എല്ലാ പണമിടപാടുകളും കടന്നു പോകാൻ പാടുള്ളൂ. തുടങ്ങി വളരെ പിന്തിരിപ്പനും വളരെ ഏകാധിപത്യവും വളരെ മോശവുമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതൊരു ഒരു ബദലല്ല, പിന്നെ ഒരു അനലിറ്റിക്കൽ ടൂൾ എന്ന നിലയിൽ മാക്സിൻ അനാലിസിസ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. കാരണം അത് ഉൽപ്പാദനോപാധികളുടെ വികസനത്തിനനുസരിച്ചാണ് കാലഘട്ടങ്ങൾ മാറുന്നത്. കാടത്വവും കിരാതത്വവും നാഗരികതയും അതിനോട് നമുക്ക് ഒരു പരിധി വരെ യോജിക്കാമെന്നല്ലാതെ പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല. കാരണം ഇവർ പറയുന്നതനുസരിച്ച് എന്നോടൊരു സുഹൃത്ത് ഒരു MLA സുഹൃത്ത് പറഞ്ഞതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് പറയുകയാണ് അതൊക്കെ ഗ്ലോബലൈസേഷൻ പോകുമ്പോൾ പൊയ്ക്കോളുന്നു. ഗ്ലോബലൈസേഷൻ പോകുന്നതാണോ ഈ ലോകത്തിലുള്ള ഇൻസെസ്റ്റ്? ഈ ഗ്ലോബലൈസേഷൻ വരുന്നതിന് മുൻപേ ഇവിടെ ഈ സംഭവം ഉണ്ടല്ലോ. കുടുംബത്തിനകത്തുള്ള രക്തബന്ധത്തിലുള്ള ആളുകൾ കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നു, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു എന്നതാണല്ലോ ഇൻസെസ്റ്റ്. അത് പണ്ടേ ഇവിടെ ഉണ്ടല്ലോ. ഗ്ലോബലൈസേഷൻ പോകുമ്പോൾ മാറുന്ന ഒരു സാധനമാണോ? അപ്പോൾ ഇവരുടെ തലയിലിരിക്കുന്ന ഈ മനുഷ്യരുടെ എല്ലാവരുടെയും തലയിലിരിക്കുന്ന ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഉൽപ്പാദനം ഒരു വ്യക്തിയുടെ ഭൗതിക ലൈഫിനെ മാത്രമേ അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ഭൗതിക ജീവി മാത്രമൊന്നുമല്ല, അയാളൊരു സ്പിരിച്വൽ ജീവി കൂടിയാണ്, അയാളൊരു ഇമോഷണൽ ജീവി കൂടിയാണ്. ആ ഇമോഷൻസ്, ആ സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ മൂല്യാധിഷ്ഠിതമായ എല്ലാ ജീവിതത്തെയും നമുക്കൊരു സ്പിരിച്വൽ ലൈഫ് എന്ന് പറയാം. ആ ലൈഫിനെ ഒരു കാരണവശാലും അഡ്രസ്സ് ചെയ്യുന്നില്ല. അതുമായി ബന്ധപ്പെടുന്ന എല്ലാതും മൂല്യമില്ലാത്തതായിട്ടാണ് കാണുന്നത്. ഒപ്പം തന്നെ അവർ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന്. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അതേ മതം തന്നെ മനുഷ്യനെ മയക്കി കിടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഈ രാഷ്ട്രീയ നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മതം തിന്നോളൂ, ഞങ്ങൾ മുന്നോട്ട് ഭരണം നടത്തിക്കോളാമെന്ന്. നമ്മുടെ കൺമുന്നിൽ കാണുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഒരു കാലഘട്ടവും ഇപ്പം കിരാതത്വമെന്നും കാടത്വമെന്നും നാഗരികതയെന്നും പിന്നെ അത്യന്താധുനിക മുതലാളിത്തമെന്നും ഒക്കെ പറയുമ്പോൾ, അതായത് കാടത്വത്തിൽ മനുഷ്യനും തമ്മിലുള്ള ബന്ധപ്പെടുന്നതിൻ്റെ രീതി അനുസരിച്ച് കാടത്വത്തിൽ നമ്മൾ പറയും അവിടെ തുല്യതയായിരുന്നു, താരതമ്യേന തുല്യതയായിരുന്നു, പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്നാണ് പറയുന്നത്.
പ്രാചീന കമ്മ്യൂണിസം എന്നാണ് പറയുന്നത്. കമ്മ്യൂണിസം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇക്വാളിറ്റിയാണ്. പ്രിമിറ്റീവ് കമ്മ്യൂണിസമാണ്. മനുഷ്യനും മനുഷ്യനും തമ്മിൽ ബന്ധപ്പെടുന്നത് കൂടുതൽ ഈക്വലായിട്ടാണ്. കാരണം അവിടെ ഉൽപ്പാദനോപാധികളുടെ വളർച്ച സംഭവിച്ചിട്ടില്ല. വളർച്ച സംഭവിച്ച് പതുക്കെ പതുക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മനുഷ്യനും മനുഷ്യനും തമ്മിൽ ഇടപെടുന്നതിൻ്റെ രീതി മാറുന്നു, അടിമയും ഉടമയുമായി മാറുന്നു. ഉൽപ്പാദന ഉപാധികൾ വരുന്നതോടുകൂടി ആ ഉൽപ്പാദന ഉപാധികൾ ഉപയോഗിച്ച് അവർ മറ്റു രാജ്യങ്ങളെ കീഴടക്കുന്നു, യുദ്ധങ്ങൾ നടത്തുന്നു, അങ്ങനെ അടിമകളെ സമ്പാദിക്കുന്നു, അടിമ കച്ചവടം വരെ നടക്കുന്നു. അപ്പോൾ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഉൽപ്പാദനത്തിലെ ബന്ധം എന്താണ്? അടിമയും ഉടമയും തമ്മിലാണ്. പിന്നീട് വീണ്ടും പുരോഗമിച്ചു വരുമ്പോൾ, നാഗരികത കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ മനുഷ്യനും മനുഷ്യനും തമ്മിൽ ഇടപെടുന്നതിൻ്റെ രൂപം വീണ്ടും മാറുകയാണ്. ഫ്യൂഡലിസത്തിനകത്ത് അവിടെ സെർവ്സും ഫ്യൂഡൽ ലോഡ്സുമാണ് വരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് മുതലാളിത്തം. ആ മുതലാളിത്തത്തിലേക്ക് വരുമ്പോൾ അവിടെ മുതലാളിയും തൊഴിലാളിക്ക് അവന് തൊഴിൽ മാർക്കറ്റിൽ വിൽക്കാം. നേരത്തെ പറഞ്ഞ പോലെ വെപ്പാട്ടിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. ഭാര്യ വെപ്പാട്ടി വേശ്യ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ സെക്സ് വർക്കർ, ഇന്നത്തെ നിലയിൽ ആ ടേം സെക്സ് വർക്കർ എന്ന കാറ്റഗറിയിൽ വരും. അപ്പോൾ എന്ന് പറയുന്ന പോലെ വർഗീകരണം. അപ്പോൾ മുതലാളിത്തം വരുന്നതോടുകൂടി തൊഴിലാളി ഫ്രീ ആണ്, മാർക്കറ്റിൽ അവൻ്റെ തൊഴിൽ വിൽക്കാം എന്നൊരവസ്ഥ. എന്നതിനപ്പുറത്ത് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഈ എവല്യൂഷനകത്ത് സംഭവിക്കുന്നത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ എവല്യൂഷനകത്ത് സ്ത്രീകളെ പതുക്കെ അടിമവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കൂടി നിരീക്ഷിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ചെന്ന് നിൽക്കുന്നത്, ചിലപ്പോൾ നിങ്ങൾ പറയും ഞാൻ വളരെ ലളിതവൽക്കരിച്ചു എന്ന്. മൈറ്റ് ഈസ് റൈറ്റ് എന്ന് പറയുന്നിടത്താണ് ചെന്ന് നിൽക്കുന്നത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. കയ്യൂക്ക് സംഘടിപ്പിക്കുന്നതിൻ്റെ രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നതല്ലാതെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. എന്തുകൊണ്ടാണ് സ്ത്രീകളെ ഇങ്ങനെ അടിമവൽക്കരിച്ചിട്ട് സ്ത്രീകൾ മുഴുവനും അങ്ങനെ അടിമയായിട്ടിരിക്കുന്നത്? ഫിസിക്കൽ സ്ട്രെങ്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുട്ടികളെ പീഡിപ്പിക്കുന്നു. എന്തുകൊണ്ട് കുട്ടികളെ പീഡിപ്പിക്കുന്നു? ശക്തിയുള്ള പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളെ പീഡിപ്പിക്കാറുണ്ട്. ലൈംഗിക പീഡനമല്ലാട്ടോ ഞാൻ പറയുന്നത്, മറ്റു ഫിസിക്കൽ ടോർച്ചറാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ അതുകൊണ്ടാണ് സ്റ്റേറ്റ് സംരക്ഷിക്കണം എന്ന് പറയുന്നത്. എല്ലാ കുട്ടികളും സ്റ്റേറ്റിൻ്റെ ആണെന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളെയും പീഡിപ്പിക്കുന്നു. അതായത് ശക്തിയുള്ളവൻ മറ്റുള്ളവരെ പീഡിപ്പിച്ചു വരുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. ഇനി ആളുകളെ ഒരിക്കൽ മെൻ്റലി ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറത്തേക്ക് ആളുകൾ കടക്കില്ല. അതാണ് സ്ത്രീകളുടെ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് സ്ത്രീകളെ ഉപയോഗിച്ച് തന്നെയാണ് സ്ത്രീ വിരുദ്ധത മാർക്കറ്റ് ചെയ്യുന്നത്. സ്ത്രീകളെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളുടെ അയലത്തെ എവിടെയെങ്കിലും ഒരു പെൺകുട്ടി അവരുടെ വീട്ടിൽ നിന്നും വേറൊരു പയ്യനെ പ്രണയിക്കുകയോ ഏതെങ്കിലും തരത്തിൽ പോയി എന്ന് വിചാരിക്കുക. അപ്പം ആദ്യം അടി കിട്ടുക ഭാര്യയ്ക്കായിരിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ഭാര്യയുടെ ഉത്തരവാദിത്തമാണ് ഈ കുട്ടീനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ഏത് രീതിയിൽ കൺട്രോൾ ചെയ്യണം? പുരുഷൻ ആഗ്രഹിക്കുന്ന രീതിയിൽ. കാരണം അയാളൊരു പബ്ലിക് ഫിഗറാണ്. അയാൾ പബ്ലിക് ലൈഫ് നയിക്കേണ്ടുന്ന ആളാണ്, പൊതുമണ്ഡലത്തിൽ ജീവിക്കേണ്ടുന്ന ആളാണ്. സ്വകാര്യ മേഖല എന്ന് പറയുന്ന ഏരിയ സ്ത്രീനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ സ്വകാര്യ മേഖലയിൽ പരുവപ്പെടുത്തേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി, പുരുഷനെ പുരുഷനായും സ്ത്രീനെ സ്ത്രീയായും പരുവപ്പെടുത്തേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? സ്ത്രീനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് തലച്ചോറിനെയും എല്ലാ മനുഷ്യനെയും മസ്തിഷ്ക പ്രക്ഷാളനോ എന്തോ ഒരു വാക്കുണ്ടല്ലോ, അതെല്ലാം നടത്തി, അതായത് സോഷ്യലൈസ് ചെയ്യുക. സ്ത്രീകളെ ഉപയോഗിച്ച് തന്നെയാണ് ഇതേ മൂല്യ സിസ്റ്റത്തിനെയും മറ്റു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള അത് പിന്നെ റീപ്രൊഡ്യൂസ് ചെയ്യും. ഒരിക്കൽ അത് കൊടുത്തു കഴിഞ്ഞാൽ റീപ്രൊഡ്യൂസ് ചെയ്യും. ആ റീപ്രൊഡക്ഷനിൽ എവിടെയെങ്കിലും ഡീവിയേറ്റ് ചെയ്താൽ അപ്പം ഇടപെടും പുരുഷൻ. അത് കുടുംബത്തിലാണെങ്കിലും ഇടപെടും, പൊതുസമൂഹത്തിലാണെങ്കിലും ഇടപെടും. അതാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ കാണുന്നത്. ഏത് കാലഘട്ടത്തിലാണ് ഇതല്ലാതെ വന്നിട്ടുള്ളത്? ഇപ്പം തന്നെ നോക്കൂ, റേപ്പിസ്റ്റുകളെ സ്വീകരിക്കുന്ന രീതി നോക്കിക്കേ. എത്രയോ വലിയ രീതിയിലാണ് സ്വീകരിക്കുന്നത്. അവർക്ക് ബന്ധം പോലുമില്ല. പുരുഷൻ ഒരു വർഗം എന്ന നിലയിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഈ വർഗബോധം സ്ത്രീകൾക്കില്ല. പുരുഷന് ഇത് മാക്സ് പറയുന്നത് പോലെ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ചങ്ങലകളല്ലാതെ. പക്ഷെ ഞാൻ പറയുന്നു, സർവ്വരാജ്യ സ്ത്രീകളെ സംഘടിക്കുവിൻ, നമുക്ക് നഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. കിട്ടുന്നതോ വലിയൊരു സ്വതന്ത്ര ലോകമാണ്. അപ്പോൾ പിന്നെ സ്ത്രീകളോട് പറയുകയാണ് കുടുംബം. എന്താണ് ഈ കുടുംബം? ഞാൻ കുടുംബത്തിനെതിരല്ല കേട്ടോ.
ഞാൻ തീർച്ചയായും കുടുംബത്തിന് യോജിക്കുന്ന ആളാണ്. പക്ഷേ ആ കുടുംബം എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ റീഡിഫൈൻ ചെയ്യണം. ഈ കുടുംബം റീഡിഫൈൻ ചെയ്യുന്ന കാര്യത്തിൽ ഈ മാക്സിയൻ അനലിറ്റിക്കൽ ടൂള് ഒരു കാരണവശാലും നമുക്ക് ഒരു പോസിറ്റീവ് ഇത് തരില്ല, പോസിറ്റീവായിട്ടുള്ള ഒരു ഡയമെൻഷൻ തരില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന കുടുംബ കോൺസെപ്റ്റ് എന്താണ്, മറ്റു പല കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ അത് സഹായിക്കും. കുടുംബ കോൺസെപ്റ്റ് മാത്രമല്ല, ഭരണകൂടവും മറ്റെല്ലാം അതെ, അതൊരു ഏകാധിപത്യ ഭരണമാണ്. അത് ഭൂഷ്വാസി എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്നു എന്നല്ലാണ്ട് ഇവർ പറയുന്ന ഭൂഷ്വാസിയും ഇവർ കൊണ്ടുവരുന്ന ഭരണകൂടവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിവുണ്ടായിരിക്കുമല്ലോ. കാരണം ഇത് എപ്പോഴും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് ഫിഗേഴ്സാണല്ലോ പുരുഷന്മാർ എന്നാണല്ലോ വെപ്പ്. ആ നിലയ്ക്ക് ഒരു സ്ത്രീയായ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഈ മേഖലയിൽ അറിവുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്നെ കറക്റ്റ് ചെയ്യുക. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അത് ഈ രീതിയിലാണ് പോകുന്നത്. അത് ഏകാധിപത്യ ഭരണകൂടമാണ്. ഒരു കാരണവശാലും തൊഴിലാളി വർഗ ഭരണകൂടം, കൃത്യമായ വാക്കുകൾ തന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏകാധിപത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭരണകൂടം എങ്ങനെ പിടിച്ചെടുക്കണം, സ്വത്ത് എങ്ങനെ വർദ്ധിപ്പിക്കണം, മറ്റുള്ളവരിൽ നിന്നും ഭൂഷ്വാസിയിൽ നിന്ന് എങ്ങനെ സ്വത്ത് പിടിച്ചെടുക്കണം, പിടിച്ചെടുത്ത സ്വത്ത് മാത്രമല്ല കൂടുതൽ ധനം എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെയാണ് ഏക കേന്ദ്രീകൃത ബാങ്ക് ഉണ്ടാവേണ്ടത്, അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം തുടങ്ങിയ എല്ലാ നിർദ്ദേശങ്ങളും അതിനകത്തുണ്ട്. സത്യം പറഞ്ഞാൽ അത്രയും ഭീകരമായിട്ടൊന്നും നമ്മുടെ ഇവിടുത്തെ ആളുകൾ പോകുന്നില്ല എന്ന് ചിന്തിക്കേണ്ടി വരും, അത് കണ്ട് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു അനലിറ്റിക്കൽ ടൂൾ എന്ന നിലയിൽ, ഒരു സമൂഹത്തിനെ വിശകലനം ചെയ്യാനുള്ള ഒരു ടൂൾ എന്ന നിലയിൽ മാത്രം ഈ മാർക്സിസ്റ്റ് അനാലിസിസ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. ആ നിലയ്ക്ക് ഞാനതിനെ പോസിറ്റീവായിട്ട് കാണുന്നു. ബാക്കി പല കാര്യങ്ങളിലും അത് പോസിറ്റീവ് അല്ല എന്ന് മാത്രമല്ല, അവർ വയ്ക്കുന്നത് വളരെ വളരെ പിന്തിരിപ്പനാണെന്നുള്ളത് മാത്രമല്ല, വളരെ നെഗറ്റീവും കൂടിയാണ്. സ്ത്രീകളുടെ പക്ഷത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെ നെഗറ്റീവാണ്. ഇതുപോലെ സ്വകാര്യ സ്വത്ത് പോകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് പറയുന്ന ഇവർ ഈ ബനിയാൻ ട്രീ കണ്ടാൽ മതി. ഈ ബനിയാൻ ട്രീയുടെ സ്വഭാവമാണ് അതിന്. കാരണം സ്വകാര്യ സ്വത്ത്, ഈ സ്വകാര്യ സ്വത്തിൻ്റെ സിസ്റ്റം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ സ്വകാര്യ സ്വത്ത് തായ്തടിയാണെന്ന് നമ്മൾ കണക്കാക്കും. ഈ ബനിയാൻ ട്രീക്ക് ഒരു സ്വഭാവമുണ്ട്, അത് വലുതാവും തോറും കീഴ്പിട്ട് വേരുകൾ ഇറക്കും, അല്ലേ ഇല്ലേ? അങ്ങനെ വേരുകൾ ഇറക്കി ഈ വേര് തറയിൽ പിടിക്കും. ഈ വേര് തറയിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ വേരിന് സ്വന്തമായിട്ട് നിൽക്കാനുള്ളൊരു ശേഷി കൈവരും. ഞാനൊരു പടം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് ബനിയാൻ ട്രീയുടെ ഒരു പടമാണ്. ബാംഗ്ലൂർ ഒരു ബനിയാൻ ട്രീ നിൽക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്നൊരു ഔട്ട്സ്കേർട്ടിലായിട്ട് ഒരു പ്രദേശം മുഴുവനും ഉണ്ട് ആ ബനിയാൻ ട്രീ. അവിടെ കുറേ ഷൂട്ടിങ്സൊക്കെ നടക്കുന്ന ബനിയാൻ ട്രീ ആണ്. അതിന് തായ്തണ്ട് ഏതാ അല്ലാത്ത തണ്ട് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയില്ല. കാരണം ഒത്തിരി ഭൂമിയിലാണ് ഒറ്റ ബനിയാൻ ട്രീ നിൽക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് ഈ സിസ്റ്റം. ഈ സിസ്റ്റത്തിനകത്ത് ഇവർ പറയുന്ന അത് അംഗീകരിച്ചാൽ തന്നെ, അതായത് സാമ്പത്തികമായിട്ടുള്ള പിടിച്ചെടുക്കലാണ് ഭൂഷ്വാസീനെ വളർത്തിയത്, അതാണ് സ്ത്രീകളെ പിന്നോട്ടടിക്കുന്നതിനും, അതായത് കൃഷി കണ്ടുപിടിക്കുകയും മിച്ചം വരികയും മിച്ചം മാർക്കറ്റ് ചെയ്യുകയും മാർക്കറ്റിൽ വരുന്നതിന് മാത്രം മൂല്യമുണ്ടാവുകയും ചെയ്യുന്നൊരു സിസ്റ്റമാണ് സ്ത്രീകളുടെ പിന്നോട്ടടിക്ക് കാരണമായത് എങ്കിൽ, കാരണം സ്ത്രീകൾ കൂടുതൽ പ്രത്യുൽപാദന മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടും ഒക്കെ അതാണ് സ്ത്രീകളുടെ പിന്നോട്ടടിക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം വരികയാണെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നം തീരും എന്ന് പറയുന്നവരോട് ആ ബനിയാൻ ട്രീ ഒന്ന് പോയി നോക്കാനേ ഞാൻ പറയുള്ളൂ. ഈ പറയുന്ന പ്രത്യയശാസ്ത്രങ്ങളാണെങ്കിലും ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള രീതികളാണെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളാണെങ്കിലും രൂപങ്ങളാണെങ്കിലും നിയമങ്ങളാണെങ്കിലും എല്ലാം സ്ത്രീവിരുദ്ധമാണ്. അത് സൃഷ്ടിക്കുന്നത് ഇവർ തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. ഇപ്പം നമ്മൾ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടിയിട്ട് ഇത്രയധികം ബഹളം വയ്ക്കേണ്ടി വരികയാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം ബഹളം വയ്ക്കേണ്ടി വരുന്നത്? ഈ ഭരണകൂടത്തിന് എന്താണ് അതിനകത്തൊരു താല്പര്യം? സ്ത്രീവിരുദ്ധ താല്പര്യം മാത്രമാണ് അതിനകത്തുള്ളത്. ഇവർ മതത്തിൻ്റെ സ്ലേവ്സാണ്, അതാണ് അതിൻ്റെ താല്പര്യം. ഓക്കെ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്.